നിങ്ങൾ B2B ബിസിനസ്സോ അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലെയുള്ള ബിസിനസ്സുകളോ സോഫ്റ്റ്വെയർസ് എല്ലാം സെല് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും അധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലിങ്ക്ഡിനിലൂടെ എങ്ങനെ ലീഡ് ജനറേറ്റ് ചെയ്യാം, അതെങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, ലിങ്ക്ഡിൻ കോൾഡ് ഔട്ട്റീച്ച് ഓട്ടോമേറ്റ് ചെയ്തിട്ട് നമുക്ക് ലിങ്ക്ഡിനിലൂടെ ഓട്ടോമേറ്റഡ് ആയിട്ട് എങ്ങനെ ലീഡ് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ്റെ പ്രീമിയോ ലിങ്ക്ഡിൻ്റെ സെയിൽസ് നാവിഗേറ്ററോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് മാത്രം മതി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് മെത്തേഡുകളും ഓട്ടോമേഷനുകളും ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡുകൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, എനിവേ ഞാനത് ഡയറക്റ്റ് പ്രോസസ്സിലേക്ക് പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലിങ്ക്ഡിനിൽ ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ലിങ്ക്ഡ് ക്യാമ്പ് ഒരു പെയ്ഡ് പ്ലാറ്റ്ഫോമാണ്, പക്ഷേ ഇപ്പോൾ ഒരു 14 ഡേ ഫ്രീ ട്രയൽ ഉണ്ട് അവരുടെ. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനീഷ്യലി കുറച്ച് ലീഡൊക്കെ ഈ 14 ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോർമൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് $5,000 പ്രൈസ് വരുന്നത്. $69 പെർ മന്താണ് ചാർജ് വരുന്നത് 14 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾക്ക് 14 ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള റിസൾട്ടുകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ അവരുടെ ഒരു 40% ഓഫ് റൺ ചെയ്യുന്നുണ്ട്, ഓഫർ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 40% ഓഫറിൽ അവൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഇനി ഇതെങ്ങനെയാണ് കോൺഫിഗറേഷൻ ആകുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ളൊരു ഡാഷ്ബോർഡാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു പുതിയ ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തതാണ് ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട്. നിങ്ങൾ ലിങ്ക്ഡിൻ ലീഡ് ജനറേഷൻ ഒരു സർവീസ് ആയിട്ട് കൊടുക്കുന്നവരാണെങ്കിലും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ടോട്ടൽ ക്യാമ്പയിൻ്റെ എൻഗേജ്മെൻറ്റും എത്ര ഇൻവിറ്റേഷൻ അയച്ചു, മെസ്സേജ് അയച്ചതും ഇമെയിൽസ് അയച്ചതും എല്ലാം ഇതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ കിട്ടും. നിങ്ങൾ ആദ്യമായിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത്, ആദ്യമായിട്ട് ലിങ്ക് ക്യാമ്പിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് കണക്ട് ചെയ്യാൻ പറയും. ലിങ്ക്ഡിൻ അക്കൗണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ബാൻ ആവുമോ, അതിന് പ്രശ്നങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോൺഫിഗറേഷൻ ചെയ്യണമെന്ന് ഞാൻ അതിൻ്റെ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും കാണണം. അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അക്കൗണ്ടിന് സസ്പെൻഡ് ആവാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസേബിൾ ആവാനോ ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അത് ഞാൻ ഇത് കോൺഫിഗർ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം ഡാഷ്ബോർഡാണുള്ളത്, പിന്നെ ക്യാമ്പയിൻസ് പറഞ്ഞിട്ടുള്ള സെഷനാണുള്ളത്. ക്യാമ്പയിൻസിലാണ് നമ്മൾ ഔട്ട്റീച്ച് ക്യാമ്പയിനുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഒരു യൂണിബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഈ യൂണിബോക്സിലാണ് നമുക്ക് ലിങ്ക്ഡിനിൽ നിന്ന് വരുന്ന ലീഡ്സിൽ നിന്ന് വരുന്ന മെസ്സേജുകളൊക്കെ കാണുന്നത്. പിന്നെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിൽ നമ്മളുടെ ഈ ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം നമ്മളുടെ ലീഡുമായിട്ട് എൻഗേജ് ചെയ്തതും അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഇതിൽ കാണാൻ പറ്റും. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ക്ലയൻസിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, മൾട്ടിപ്പിൾ ക്ലയൻസിന് വേണ്ടി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലിങ്ക്ഡിൻ അക്കൗണ്ടുകൾ കണക്ട് ചെയ്തിട്ട് അത് ഓരോന്നിലും സെപ്പറേറ്റ് ഓട്ടോമേഷൻ കൊടുക്കാൻ പറ്റും. കണ്ടന്റ് ഷെഡ്യൂളർ അവർ ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല, ഒരു കണ്ടന്റ് ഷെഡ്യൂളർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് കണ്ടന്റ് ക്രിയേഷനും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്യാമ്പയിൻസിലേക്ക് പോവുക. ഇനി ഇവിടെ ന്യൂ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ക്യാമ്പയിനൊരു പേര് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ടെസ്റ്റ് ക്യാമ്പയിൻ എന്ന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലിങ്ക്ഡിൻ URL എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലിങ്ക്ഡിനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അവരുടെ ഒരു പേരടിക്കുക. അപ്പോൾ ഞാനിവിടെ യോഗ ട്രെയിനർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. യോഗ ട്രെയിനർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. ഇവിടെ പീപ്പിൾ സെലക്ട് ചെയ്യുക. പീപ്പിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള യോഗ ട്രെയിനേഴ്സിൻ്റെ എല്ലാവരുടെയും ലിസ്റ്റാണ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ URL ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട്
ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെർച്ചിൽ വരുന്ന, അതായത് ഇതിൽ 100+ പേജസ് ഇല്ലേ, അപ്പോൾ അതിൽ നിന്ന് അവർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കോൺടാക്റ്റിൻ്റെയും ലീഡ്സിൻ്റെയും ലിസ്റ്റ് അതിലേക്ക് എക്സ്ട്രാക്ട് ആവും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഔട്ട്റീച്ച് മെസ്സേജ് അയക്കാനുള്ള ഒരു സീക്വൻസ് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനതിൽ കണക്റ്റ് പ്ലസ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കാം. ഇതിലേത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എൻഗേജ്മെൻറ്റ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുന്നതിന് മുന്നേ തന്നെ, അതായത് ലിങ്ക്ഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരുടെയും പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഇതിലെന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാലോ ഒക്കെ അവർക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മളുടെ പേര് അവരുടെ നോട്ടിഫിക്കേഷനിൽ മാക്സിമം വരിക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ അതിൽ ആദ്യം 2 എൻഗേജ്മെൻറ്റ് ഇനേബിൾ ചെയ്ത് വെക്കാം. ലിങ്ക്ഡിൻ ലൈക്ക് പോസ്റ്റും ഞാൻ പ്രൊഫൈൽ വ്യൂവും ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണക്ഷൻ റിക്വസ്റ്റ് അയക്കുന്നതിന് മുന്നേ തന്നെ ഈ ബോട്ട് എന്ത് ചെയ്യും, ലിങ്ക്ഡിൻ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യും, അവരുടെ 2-3 പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ കൊടുക്കുക. ഇതിൽ നമ്മൾക്ക് ഒരു വിത്ത് നോട്ടാക്കുക. ഇവിടെ വിത്തൗട്ട് നോട്ടാണെങ്കിൽ വിത്ത് നോട്ടാക്കുക. എന്നിട്ട് ഇവിടെ ഹായ് ഫസ്റ്റ് നെയിം സെലക്ട് ചെയ്യുക. ഐ കീപ് യു ഇൻ ലിങ്ക്ഡിൻ recommendations. Working on the same domain would love ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ആദ്യം ഒരു മെസ്സേജ് കൊടുക്കുക. ഈ ഷോർട്ട് നോട്ടിലും അത് തന്നെ പേസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അത് എന്നിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ടെംപ്ലേറ്റിൽ അടുത്തത് വരുന്നത് ഇഫ് കണക്റ്റഡ് വിത്തിൻ 5 days എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കണക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, കണക്റ്റ് ആയി കഴിഞ്ഞാൽ യെസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ കണക്റ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത മെസ്സേജ്, താങ്ക് യു ഫോർ കണക്റ്റിംഗ്, ആർ യു റണ്ണിങ് എ യോഗ സ്റ്റുഡിയോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നിങ്ങളുടെ നിഷിനോ നിങ്ങളുടെ മെസ്സേജിനും അനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിനും അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മെസ്സേജിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിച്ച് ചെയ്യാം. ഹിയർ പിച്ച് പിച്ച്. അത് എന്നിട്ട് ഇവിടെ ഈ ഒരു എഡിറ്റിൻ്റെ ബട്ടൺ കാണുന്നില്ലേ, ആ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്, അതായത് മുന്നത്തെ മെസ്സേജിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് സെൻഡ് ചെയ്യേണ്ടതെന്ന് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് സേവ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും ഒരു ഫോളോ അപ്പ് മെസ്സേജും ഇവിടെ സെറ്റ് ചെയ്യാം. Here goes the follow up message. ഓക്കെ, അതിനും ഇവിടെ നിങ്ങൾക്ക് ഡിലേ സെറ്റ് ചെയ്യാം. ഈ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5 day ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഡിലേ സെറ്റ് ചെയ്യാം. ഇനി ഇവിടെ നോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും എൻഗേജ്മെൻറ്റ് കൊടുക്കാം, എനേബിൾ ചെയ്യാം, എൻഡോഴ്സ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. ഇമെയിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് ഓൾമോസ്റ്റ് റെഡിയായി. ഇവിടെ ഈ സ്റ്റെപ്പ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് സേവ് ചെയ്യുക, റീയൂസ് ചെയ്യേണ്ട. പിന്നെ അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഷെഡ്യൂളാണ്. ഇപ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് എവിടെയാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് ടൈം സോൺ സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാം. എന്നിട്ട് ഇവിടെ അടുത്തത് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഏത് അക്കൗണ്ടിലാണ് എന്നാണ് ഓട്ടോമേഷൻ കൊടുക്കേണ്ടതെന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേഷൻ ലൈവായി. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ക്യാമ്പയിൻസിൽ പോയി കഴിഞ്ഞാൽ ആ ക്യാമ്പയിൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പ്രോഗ്രസ്സിലാണുള്ളത്. ഞാനത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ ലോഞ്ച് ചെയ്യാത്തത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അയച്ച മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ക്യാമ്പയിൻ ലൈവ് ആക്കി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 hourൻ്റെ ശേഷം നിങ്ങളിവിടെ പോയി ലീഡ്സിൽ പോയി കഴിഞ്ഞാൽ ആ
ഓട്ടോമേഷൻ ടൂൾ, ഇപ്പോൾ ലിങ്ക് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓട്ടോമേഷൻ ടൂൾ തന്നെ നിങ്ങളുടെ ലീഡ്സിനെ എല്ലാം എക്സ്ട്രാക്ട് ചെയ്തിട്ട് അവർക്ക് ഓട്ടോമേഷൻ അയച്ചു തുടങ്ങുന്നുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കോൺഫിഗറേഷൻ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രത്യേകിച്ചും ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ടാണ്, നിങ്ങൾ അധികം ആക്റ്റീവായിട്ട് മെസ്സേജ് ഒന്നും അയക്കാത്ത ഒരു ചാനൽ, ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അക്കൗണ്ട്സിൽ പോവുക. അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻഗേജ്മെൻറ്റ്സ് ഒക്കെ കുറച്ച് വെക്കുക. എൻഗേജ്മെൻറ്റ്സ് ഒക്കെ ഒരു ഡെയിലി ഒരു 10-12 ഒക്കെ ആക്കുക. കണക്ഷൻ റിക്വസ്റ്റും 10 ആക്കുക. മെസ്സേജുകളൊക്കെ കുറച്ച് വെക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ താഴെ പോയി കഴിഞ്ഞാൽ ഇൻക്രീസ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതൊരു 2 ആക്കി വെക്കുക. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡേ നമ്മൾ കുറച്ച് മെസ്സേജ് അയക്കും, എന്നിട്ട് ഡെയിലി 2 മെസ്സേജ് വെച്ചിട്ട് കൂടുതൽ അയക്കും. അതിൻ്റെ ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാമപ്പ് ഇനേബിൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. വാമപ്പ് ഇനേബിൾ ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാൻ സാധ്യതയുള്ള, അതായത് കൂടുതൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള, മ്യൂച്വൽ കണക്ഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ആദ്യം മെസ്സേജ് അയച്ച് തുടങ്ങും. അത് 7 ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾ ആവും ചെയ്യും. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലിങ്ക്ഡിൻ്റെ ആൽഗോരിതം നിങ്ങൾ സ്പാം ചെയ്യുകയാണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ്, ആനിവേഴ്സറി ഗ്രീറ്റിംഗ്സ്, ന്യൂ റോൾസിൻ്റെ കൺഗ്രാജുലേഷൻ മെയിൽസും ഇമെയിൽസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഇനേബിൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ലിങ്ക്ഡിൻ എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവരുടെ കണ്ടന്റ് ഷെഡ്യൂളർ കൂടെ വന്നു കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് വെച്ച് തന്നെ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോഴും കോൾഡ് ഔട്ട് റീച്ചും അവരുടെ എൻഗേജ്മെൻറ്റും എല്ലാം ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് തന്നെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി. കൂടുതലായിട്ട് ഇതുപോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ട്രിക്കുകളും മാർക്കറ്റിംഗ് മെത്തേഡുകളും ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക. അത് നമ്മളുടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ബിസിനസ് ഓണേഴ്സും അഫിലിയേറ്റ് മാർക്കറ്റേഴ്സും ഡിജിറ്റൽ മാർക്കറ്റേഴ്സും ഒക്കെ ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ എന്ത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് യു ടു ജോയിൻ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്. ഓക്കെ, താങ്ക് യു.